ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള പണികൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ കിച്ചണിൻ്റെ ഡോറൊക്കെ അടച്ചിട്ടിട്ടാണ് പോവുക. അപ്പോൾ വെള്ളം കുപ്പിയും കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ കൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ എന്താ ഇന്നത്തെ പണികൾ തുടങ്ങണ്ടേ എന്നുള്ള ആലോചനയോലവും വരിക. അത് രാവിലെ മാത്രമല്ല, തലേദിവസം തുടങ്ങും അതിൻ്റെ ചിന്തകൾ. അപ്പോൾ എന്നത്തെയും പോലെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ എടുത്ത് വെച്ചു, ട്രേ ഒക്കെ എടുത്ത് വെച്ചു, പുറത്തെ വാതിലൊക്കെ തുറന്നു. അപ്പോൾ കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് കടലയും പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കടല ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഞാൻ പിന്നെ മസാല ഉണ്ടാക്കുള്ളൂ. ഇറച്ചിയുടെ കറിവെപ്പാണ് കേട്ടോ ഞാൻ കടലയ്ക്കും വെക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഏത് ചോറിനും കൂട്ടാം, ചപ്പാത്തിക്ക്, അപ്പത്തിന്, എന്തിനു വേണമെങ്കിലും ഈ കറി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ വെണ്ടയുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഒരു ദിവസം 5-6 കിട്ടും. അപ്പോൾ ഒരുമിച്ച് ഒരു കൂട്ടി വെച്ചിട്ട് ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കും. നല്ല വെണ്ടയ്ക്കല്ലേ. അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ കഴുകാനെടുത്തത് കേട്ടോ. നമ്മൾ സാധാരണ പച്ചക്കറി ഞാൻ കഴുകാനെടുക്കുക ഈ പാത്രത്തിൽ. എന്ന് വെച്ചാൽ മഞ്ഞളൊക്കെ ഇട്ട് വെക്കണമായിരുന്നു ഈ പാത്രത്തിലിടുള്ളൂ. ഇതിപ്പോൾ മഞ്ഞളൊന്നും ഇടണ്ട, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയല്ലേ. എന്നാലും മറന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കഴുകും. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചപ്പാത്തിയും ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി മോൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ പുട്ടുണ്ടാക്കുമ്പോൾ രാവിലെ തന്നെ കഴിക്കാൻ മടിയോ. അപ്പോൾ അത് കാരണം സാൻഡ്വിച്ച് ആക്കി കൊടുക്കും. ആദ്യം ട്യൂഷൻ ഉണ്ടായ സമയത്ത് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് കഴിക്കാറ്. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷനായ കാരണം കഴിച്ചിട്ടാണ് പോവുള്ളൂ. അപ്പോൾ നേരം വൈകി പോയാൽ മതി. അങ്ങനെ മുട്ടയിലേക്കുള്ള സബോളയും പച്ചമുളകും ഞാൻ അരിഞ്ഞ് അതിലോട്ട് മുട്ടയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ആ ചൂടോടുകൂടി കഴിക്കാമല്ലോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ കടല കാച്ചാൻ വേണ്ടിയിട്ട്, കടല വേവിക്കാൻ വെച്ചതിൻ്റെ വിസിലൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കടല കാച്ചാൻ വേണ്ടിയിട്ട് തക്കാളിയും സബോളയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ചില സമയത്ത് ഞാൻ ഇടുള്ളൂ. തിരക്കുണ്ടെങ്കിൽ ഇഞ്ചി ഇടില്ല. അപ്പോൾ ഇന്ന് ഇഞ്ചി ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കടല കറി വെക്കാൻ വെച്ച പാനിൽ തന്നെ ഞാൻ ചപ്പാത്തി ചൂടാക്കി എടുക്കണം. അപ്പോൾ അവൾ വരാറായിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബോള, പിന്നെ ഇറച്ചിക്കറി വെക്കണ പോലെ തന്നെ അതൊക്കെ വഴന്ന് വരുമ്പോൾ പിന്നെ ഞാനൊരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കും. കടല, ബീൻസ് ഒക്കെ കറി വയ്ക്കുമ്പോൾ, ഗ്രീൻ പീസ് ഒക്കെ കറി വയ്ക്കുമ്പോൾ ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോയി. അപ്പോൾ അത് മൂക്കണ സമയം കൊണ്ട് പിന്നെ ഞാൻ അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ആ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണത്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. കടലയിലേക്കുള്ള മസാലയാണ് മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു മാഗി ക്യൂബ്. അങ്ങനെ സബോളയും തക്കാളിയൊക്കെ വഴന്ന് വന്നപ്പോൾ മല്ലിപ്പൊടി മസാലകൾ ഇട്ട് കൊടുത്തു. അതൊന്നും ഒരുങ്ങി വന്നപ്പോൾ നമ്മളെ കടലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ കിടന്നൊന്ന് ഒരു 5 മിനിറ്റ് നേരം തിളച്ച് വരട്ടെ. അപ്പോഴാണ് കറി നല്ല റെഡിയായിട്ട് വരുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് റാഗി പുട്ടൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ മോൾക്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളാവുമ്പോൾ റാഗി കൂട്ടി കഴിച്ചോളും. അവളാണ് കഴിക്കാൻ മടിയായിട്ടിരിക്കുക. അങ്ങനെ അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടിയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അത് മുളപ്പിച്ച റാഗിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അത് മേടിച്ചതാണ്. പിന്നെ ഇതിലോട്ട് ഉള്ളിയും ജീരകവും ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവും. നമ്മൾ പുട്ടുണ്ടാക്കി വരുമ്പോൾ തന്നെ, ആവി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം ഉണ്ടാവും. ഈ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് നനക്കാനും പറ്റുന്നുണ്ട്. കട്ടയൊന്നും കുത്തി പോകുന്നില്ല. അപ്പോൾ അതവിടെ നനഞ്ഞ് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ നേരം കൊണ്ട് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി വെക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരിയും ഇതോടൊപ്പം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി വെണ്ടയ്ക്ക മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കടലക്കറി തിളച്ച് വറ്റി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ട് ഞാനിന്ന് പുട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കരിക്ക് നാളികേരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പാത്രത്തിലോട്ട് അത് കുത്തി കൊടുത്തു. പണ്ടൊക്കെ റാഗി പുട്ടൊന്നും ഉണ്ടാക്കണ പണിയില്ല. റാഗി കൊണ്ട് കുറുക്കുണ്ടാക്കി കഴിക്കില്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോഴാണ് പുട്ടും
നമ്മുടെ നൂൽപുട്ടും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണത്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ഞാനൊക്കെയും കൂടി മോളെ കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ അന്നൊക്കെ രാവിലെ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് രാവിലെ കഞ്ഞിയിട്ട് കുടിക്കുക. കഞ്ഞിയും ഉപ്പേരികൾ ഇതേപോലത്തെ ചക്ക, ചേമ്പ്, കൊള്ളി അങ്ങനെയൊക്കെ ഉപ്പേരികൾ ഉണ്ടാക്കും. അപ്പോൾ അത് കൂട്ടിയിട്ടാണ്. ചക്ക ഇടിയം വെക്കാറില്ല. ചക്ക മൂത്ത ചക്ക ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ നാളികേരിട്ട് മൂത്ത ചക്ക വേവിച്ചെടുക്കും. പിന്നെ കൊള്ളി ഉപ്പേരി ഉണ്ടാക്കും. ചേമ്പ് ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടിയിട്ട് കഞ്ഞിയാണ് രാവിലെ കുടിക്കാറ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കുടിക്കാൻ. അപ്പോൾ നമ്മൾ ഇടിയൻ ചക്ക ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ടോയെന്നൊന്നും പറഞ്ഞില്ലേ, അത് അപ്പോൾ ഇടിയൻ പരുവത്തിലായിട്ടുണ്ട്. എന്നാലും ഇത്തിരി മൂപ്പ് കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് നാളികേരം ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാളികേരം പൊളിച്ചെടുത്തതാണ്. പൊളിക്കല്ല, വെട്ടിയെടുത്തതാണ്. ഇപ്പോൾ പൊളിച്ച നാളികേരം മേടിക്കുക ചെയ്യണത്. നമ്മുടെ തെങ്ങുകളൊക്കെ ഉള്ള പറമ്പൊക്കെ വിറ്റുപോയി. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ നാളികേരം മേടിക്കുകയാണ് ചെയ്യണത്. ജീരകവും ഉള്ളിയും കുറച്ച് കറിവേപ്പിലിട്ട് ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കനി വേവിക്കാനിടണം. ഇത് വേവിക്കാൻ കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കണത്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ കളഞ്ഞു കഴിഞ്ഞാൽ നല്ല പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് അവിടെ അടുപ്പിലിരുന്ന് വേവുമ്പോഴത്തേനും നമ്മുടെ ബേസിനും സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ വിസിൽ പോയപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ആ നേരം കൊണ്ട് അതിൻ്റെ ഫുൾ പ്രഷർ പോകുന്ന വരെ ഞാനൊന്ന് അടിച്ച് വാരാൻ വേണ്ടി പോയി. അപ്പോൾ ആ പണി അപ്പോൾ കഴിയുമല്ലോ. അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ചക്ക കാച്ചിയെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടിയൻ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി വെച്ചപ്പോൾ. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കി കുടിച്ചു. കാലത്ത് ചായ കുടിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കുടിക്കാൻ ഇപ്പോൾ എടുക്കാറില്ല. ചില ദിവസങ്ങളിൽ കോഫി ഉണ്ടാക്കണമെങ്കിൽ എടുക്കും. അല്ലെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചായ കുടിക്കുക. അങ്ങനെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്തു. അതിലോട്ട് കടുകിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില ഈ ഒതുക്കിയ നാളികേരവും കൂടിയിട്ട് ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ചക്ക വേവിച്ചതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയൻ ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. അന്ന് ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്നതല്ലേ നമ്മൾ കഴിക്കുക. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനത്തെ നമ്മൾ തന്നെ ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ സ്റ്റിച്ചിങ് കിട്ടിയതാണ്. കുട്ടികളുടെ ബ്ലൗസ് തയ്ക്കാനായിട്ട് 2-3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മോളുടെ ബ്ലൗസും തയ്ക്കണം. അപ്പോൾ തിരക്ക് പിടിച്ച് ഞാൻ വേഗം പോയി ഫ്രഷായി കുളിച്ചൊക്കെ വന്നിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാനിരുന്നു കുറച്ച് നേരം. അപ്പോൾ അടുക്കളയിലെ പണികൾ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഫുഡ് കഴിക്കുന്ന നേരമാകുമ്പോൾ അടുക്കളയിലേക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കാൻ വന്നു. ഇടിയൻ ചക്ക തോരനും കടലയും വെണ്ടയ്ക്കയും കൂട്ടിയിട്ടാണ് ഇന്നലത്തെ മീൻകറിയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.